Good morning. Okay. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയായിരുന്നല്ലേ? ഡയാലിസിസിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ കിട്ടിയില്ലേ? എല്ലാ ആൻസേഴ്സും കിട്ടിയില്ലേ? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് എന്നാ ക്ലാസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒരു 5 മിനിറ്റ് മുന്നേ നമുക്ക് ഒന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ, കിട്ടാത്തതുണ്ടോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഞാൻ എല്ലാവരും വായിപ്പിക്കുന്നില്ല. നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. പുതിയ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു പേരുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ വരുന്നേ. എന്താ മീൻ ചെയ്യുന്നേ? ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് അക്വയർ ചെയ്യുന്ന? ഹോസ്പിറ്റലിൽ നിന്നും അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാള് ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുകയാണ്, അപ്പൊ ഇൻഫെക്ഷൻ അല്ലാത്ത ഒരു കാരണം കൊണ്ട് അവര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, അല്ലെങ്കിൽ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഇൻഫെക്ഷൻ കിട്ടുകയാണെങ്കിൽ അതിനെയാണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവില്ല, അവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അതിനെയാണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ അക്വേർഡ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് റിസീവിംഗ് ഹെൽത്ത് കെയർ ദാറ്റ് വാസ് പ്രസന്റ് during the time of admission, not present. That was not present during the time of admission. Admission സമയത്ത് ആ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്നും അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആ ഹെഡിങ് ഒന്ന് കൊടുത്ത വേഗം. ചാപ്റ്റർ നിങ്ങളുടെ എത്രയാണോ നോട്ടിൽ എത്രയാ? 25 എന്നാണോ തോന്നുന്നത് കിടക്കണേ കേട്ടോ. 25 എന്നൊക്കെയാണ് കിടക്കുന്നത്. അത് കൊടുക്കുക. ചാപ്റ്ററിന്റെ പേര് എഴുതുക, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. ഓക്കെ, നിധിയ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. 25 ചാപ്റ്റർ 25 ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ഒരു സെന്റൻസ് എഴുതിക്കോട്ടോ. ഓക്കെ, അതിനെ നമുക്ക് ഷോർട്ട് ചെയ്ത് HAI എന്ന് പറയാം. ഓക്കെ, HAI എന്താ? ഒരു അബ്രിവേറ്റഡ് ഫോം ആണ്. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അതിന്റെ ഷോർട്ട് ഫോം ആണ് HAI എന്ന് പറയുന്നത്. ഓക്കെ, HAI. മെഡിക്കൽ ടെർമിനോളജി നിങ്ങൾക്ക് എടുത്തില്ലേ? ട്രീസമ നിങ്ങൾക്ക് ടെർമിനോളജി എടുക്കുന്നത് അതിനകത്ത് അബ്രിവേഷൻസ് അതിനകത്ത് നിങ്ങൾക്ക് ഇതുണ്ടെന്ന് തോന്നുന്നു. അബ്രിവേഷൻ HAI ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ആണ്. അതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ്. HAIയുടെ അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം ആണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെന്റൻസ് എഴുതിക്കോ. HAI അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ് ആർ ഇൻഫെക്ഷൻസ്. Hospital acquired infections are infections acquired 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 infections acquired during infection acquired during the process of acquired during the process of receiving RECEIVING. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് ഒന്നുകൂടി പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ് ആർ ഇൻഫെക്ഷൻസ് acquired during the process of receiving health care that was not present during the time of admission.
during the time of admission. That was not present during the time of admission. Okay, hospital-acquired infections are infections acquired during the process of receiving health care that was not present during the time of admission. Admission സമയത്ത് ആ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്നും അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. Introduction നോക്കിയേ. A hospital acquired infection is also known as nosocomial infection. അപ്പൊ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ, നോസോകോമിയൽ ഇൻഫെക്ഷൻ. Okay, the word nosocomial is derived from the Latin word nosocomion. The word nosocomial, the nosocomial എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്ന ലാറ്റിൻ വേർഡായ നോസോകോമിയോൺ. എന്താണ്? നോസോകോമിയോൺ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് നോസോകോമിയൽ എന്ന വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത്, which means hospital. അപ്പൊ എന്താ മീൻ ചെയ്യുന്നത്? നോസോകോമിയൽ is derived from the Latin word nosocomion. അപ്പൊ നോസോകോമിയോൺ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താ? മീൻസ് ഹോസ്പിറ്റൽ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റൽ എന്നാണ് നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്. Okay, is an infection that is occurred in a hospital or other healthcare facility. It is also called a healthcare associated infection. അപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ is an infection occurred in a hospital or other healthcare facility. ഹോസ്പിറ്റലിൽ നിന്നോ മറ്റുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നൊക്കെ അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റലിൽ നിന്നോ ഹെൽത്ത് കെയറിൽ നിന്നൊക്കെയാണ് ഈ ഇൻഫെക്ഷൻ അക്വയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനെ പറയുന്ന മറ്റൊരു പേരാണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. മൂന്ന് ഇതും പറഞ്ഞാലും ശരിയാണ്. ഒന്ന് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. ഇത് മൂന്നും സെയിം ആണ്, ഹോസ്പിറ്റലിൽ നിന്നും അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ്. Such an infection may be acquired in hospital, rehabilitation centers, nursing home, outpatient clinics, diagnostic laboratory or other clinical settings. Underline ചെയ്തിട്ടോ. അപ്പൊ ഈ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്നും അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. ഇനി ഇത് കൂടാതെ ഇൻഫെക്ഷൻ അക്വയർ ചെയ്യുന്നത് വേറെ സ്ഥലങ്ങളാണ്. ഏതൊക്കെയാ? ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കാം, അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, പുനരധിവാസ കേന്ദ്രങ്ങൾ, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, അല്ലെങ്കിൽ നഴ്സിംഗ് ഹോം, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്ക്, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ഓർ ക്ലിനിക്കൽ സെറ്റിംഗ്സ്. ഇവിടെ നിന്നൊക്കെ ഇൻഫെക്ഷൻ അക്വയർ ചെയ്യാം. Infection is spread to affected patient in the clinical setting by many means. അപ്പൊ ഇത് ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്, ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്ന പല മാർഗങ്ങളാണ്, പല രീതിയിലൂടെ ഇത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, the healthcare staff also spread infection. Okay, next sentence. Infection is spread to the affected patient in the clinical setting by many means. അപ്പൊ ആ ഇൻഫെക്ഷൻ ഉള്ള ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിൽ നിന്ന് ഇൻഫെക്ഷൻ പല മാർഗങ്ങളിലൂടെ എന്ത് ചെയ്യാം? ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഹെൽത്ത് കെയർ സ്റ്റാഫ് ഓൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻ. അതുകൂടാതെ ഹെൽത്ത് കെയർ സ്റ്റാഫ്, അവിടുത്തെ സ്റ്റാഫുകളും ഇൻഫെക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ചെയ്യാനായിട്ട് ഒരു പങ്ക് വഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റാഫ് മുഖാന്തരം ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. Beside to അതാണ് സ്റ്റാഫിൽ നിന്നൊക്കെ എങ്ങനെയാ വരുന്നത്? Beside to contaminated equipments, അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് അത് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ എടുക്കുന്ന എക്യുപ്മെന്റ്സ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. ബെഡ് ലിനൻ, തലയിണകള്, ബെഡ്ഷീറ്റ് അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ വരാം. ഓർ എയർ ഡ്രോപ്സ് എന്നാട്ടോ, വായു തുള്ളികളിലൂടെ. എയർ ഡ്രോപ്സ് ഒന്ന് കറക്റ്റ് ചെയ്തേരെ, എയർ ഡ്രോപ്സ് അല്ലെങ്കിൽ വായു തുള്ളികളിലൂടെയൊക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഓക്കെ,
ഹെൽത്ത് കെയർ സ്റ്റാഫ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യിക്കുന്നുണ്ട്. ഏതൊക്കെ അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എന്താ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ അതിൽ നിന്നും ഇൻഫെക്ഷൻ വരാം, അല്ലെങ്കിൽ തലയിണകൾ, ബെഡ്ഷീറ്റ് അതൊക്കെ അതിൽ നിന്ന് വരാം, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞേക്കുന്നത് എയർ ഡ്രോപ്സ്. അപ്പൊ ഇൻഫെക്റ്റഡ് ഉള്ള ഒരു പേഷ്യന്റ് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോഴോ അവരുമായിട്ട് സംസാരിക്കുമ്പോഴോ ആ ഇൻഫെക്ഷൻ വായു തുള്ളികളിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഇൻഫെക്ഷൻ മറ്റുള്ള പേഷ്യൻസിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാനും കാരണമാകും. It can also originate from the outside environment. Other infected patient, staff who are infected, or some cases, the source of infection cannot be ascertained. Ascertained എന്ന് വെച്ചാൽ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഇപ്പൊ ഇൻഫെക്ഷൻ നമ്മൾ സ്പ്രെഡ് ചെയ്യാന്ന് പറഞ്ഞു ഏതാണ് ഈ പല മാർഗങ്ങളിലൂടെ പല രീതിയിലെ ഇൻഫെക്ഷൻ വരാം. പുറമേ നിന്ന് വരാം, ഔട്ട്സൈഡ് എൻവയോൺമെന്റ്, അല്ലെങ്കിൽ മറ്റുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിൽ നിന്ന് വരാം, അല്ലെങ്കിൽ സ്റ്റാഫ് ഫോർ ഇൻഫെക്ഷൻ ഉള്ള സ്റ്റാഫിൽ നിന്നും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ചില കേസുകളിൽ അതിന്റെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ, അതിന്റെ ഉറവിടം എവിടെ നിന്നാണ് ഈ ഇൻഫെക്ഷൻ വന്നത് എന്നുള്ളത് തിട്ടപ്പെടുത്താൻ കഴിയില്ല. cannot be ascertained. In certain cases, the microorganism emerge from the patient own skin, becoming opportunities after surgery. Opportunities എന്ന് വെച്ചാൽ ഒരു അവസരം, ഒരു ചില സമയത്ത് പേഷ്യന്റിന്റെ ബോഡിയിലെ സ്വയമായിട്ട് ഉണ്ടാകാം ഇൻഫെക്ഷൻ. ഏതാ ആഫ്റ്റർ സർജറി, സർജറിക്ക് ശേഷം, സർജറി ചെയ്തതിന് ശേഷം ഈ ചില പേഷ്യൻസിൽ ഇൻഫെക്ഷൻ അവരുടെ സ്കിന്നിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. Nosocomial infection shows us a tendency to lack proof that it was present when the patient got into the healthcare setting. Thus means it was occurred post-admission. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്ന ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ, നോസോകോമിയൽ ഇൻഫെക്ഷൻ ഷോസ് എ ടെൻഡൻസി ടു ലാക്ക് പ്രൂഫ്. നമുക്കതിന് തെളിവില്ല. എന്തിനാണ്? ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വരുമ്പോൾ ആ സമയത്ത് പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറയാനായിട്ട് നമുക്കൊരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ആ ഇൻഫെക്ഷൻ എവിടെ നിന്ന് വരുന്നതാണ്? ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ നിന്നും അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്നും അക്യൂർ ചെയ്തത് കിട്ടിയതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിനെ എന്താ പറയുന്നത്? ഇറ്റ് വാസ് അക്യൂർഡ് പോസ്റ്റ് അഡ്മിഷൻ. അഡ്മിഷൻ ആയതിനു ശേഷം ലഭിച്ചതാണ് എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം. അപ്പൊ ഒരു പേഷ്യന്റ് വരുമ്പോ നമുക്കൊരു തെളിവുമില്ല, അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് തെളിയിക്കാൻ നമ്മുടെ ഒരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ആ വ്യക്തിക്ക് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ എന്താ, അത് പിന്നെ വന്നത് എവിടെ നിന്നായിരിക്കും? ആ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ നിന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും ആ ഇൻഫെക്ഷൻ ആ പേഷ്യന്റിന്റെ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഈ ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ അക്വയർ ചെയ്യുന്നത് ഏതാണ്? പോസ്റ്റ് അഡ്മിഷൻ. അഡ്മിറ്റ് ആയതിനു ശേഷമാണ് ഈ ഇൻഫെക്ഷൻ വന്നത് എന്ന് മീൻ ചെയ്യാം. ഓക്കെ, അത് എല്ലാരും അതൊക്കെ തന്നെയായിട്ട് പറഞ്ഞേക്കുന്നത്. എന്താ മെയിൻ ആയിട്ട് അതിന് ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത്? അത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ചെയ്യുന്ന സമയത്ത് ഇൻഫെക്ഷൻ ഇല്ല, അവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്നും അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഈ വേർഡ്, ഈ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അത് ഈ നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് ലാറ്റിൻ വേർഡായ നോസോകോമിയോൺ. അതിന്റെ മീനിങ് എന്താണ്? മീനിങ് ഹോസ്പിറ്റൽ. ഇനി ഇത് ഹെൽത്ത് കെയറിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നൊക്കെ അക്യൂർ ചെയ്യുന്നതുകൊണ്ട് ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഇനി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ പല രീതിയിലെന്ന് പറഞ്ഞു. സ്റ്റാഫ്, ചില സമയത്ത് സ്റ്റാഫുകളിൽ നിന്ന് വരാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ നിന്ന് വരാം, അഫക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ നിന്ന് വരാം. ചില കേസുകളിൽ നമുക്ക് എവിടെ നിന്നാണ് ഇതിന്റെ സോഴ്സ്, ഇൻഫെക്ഷന്റെ സോഴ്സ് എവിടെയാണെന്നുള്ളത് അസർട്ടൻ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. പിന്നെ ചിലപ്പോ പേഷ്യന്റിന്റെ ബോഡിയിൽ ഉണ്ടാകാം. അതെപ്പോഴാ? സർജറിക്ക് ശേഷം പേഷ്യന്റിന്റെ ബോഡിയിൽ ചിലപ്പോ ഇൻഫെക്ഷൻ വരാം. എന്തായാലും
എത്രയാ പറയുന്നത്? ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ആ പേഷ്യന്റ് അഡ്മിറ്റ് ആകാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ഒരു അവസരത്തിൽ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയാൻ ഒരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഇൻഫെക്ഷൻ അക്വയർ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഹോസ്പിറ്റലിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇറ്റ് വാസ് അതായത് നമ്മൾ അക്വയർഡ് ഇൻ പോസ്റ്റ് അഡ്മിഷൻ. അഡ്മിഷൻ ആയതിനു ശേഷമാണ് ഈ ഇൻഫെക്ഷൻ അക്വയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇനി പറഞ്ഞിരിക്കുന്നത് ഇവിടെ സിംറ്റംസ് ആണ്. എന്തൊക്കെയാണ് ഈ നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സിംറ്റംസ് പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ തന്നെ ഫോർ എ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. അപ്പൊ ഇനി HAI എന്നുള്ളത് എന്തെന്ന് വായിക്കണം? ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. ദ ഇൻഫെക്ഷൻ മസ്റ്റ് അറൈസ്. എപ്പോഴൊക്കെയാണ് നമുക്ക് ഈ ഇൻഫെക്ഷൻ വരുന്നതെന്നുള്ളതാണ്. up to 48 hours after hospital admission. ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ ആ സമയത്തില് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അതിനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയും. ഇങ്ങനെയാണ് up to 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ. ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ, അത്രയും സമയം. ഓക്കെ, 2 ദിവസം 48 മണിക്കൂർ വരെ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അതിനെ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. പിന്നെ അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ്. ഇനി ആ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്തു പോയി പിറ്റേ ദിവസം ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് എവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാന്ന് പറയാം. അപ്പൊ അങ്ങനെ എത്ര 3 days നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പോയി 3 ദിവസം വരെ ആ ഒരു പേഷ്യന്റിന് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അതിനെ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. പിന്നെ in a healthcare facility when someone was admitted for reason except for the infection. ഇൻഫെക്ഷൻ ഒഴികെയുള്ള ഒരു കാരണത്താൽ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ എന്നിട്ട് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അത് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. അപ്പൊ വേറെ എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എന്ന് വിചാരിക്കാം. അപ്പൊ അതിനുശേഷം ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അതിനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയും. ഇൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി വെൻ സംവൺ വാസ് അഡ്മിറ്റഡ് ഫോർ റീസൺ എക്സെപ്റ്റ് ഒഴികെ ഫോർ ദ ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ ഒഴികെയുള്ള കാരണത്താൽ ഒരാളിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ എന്നിട്ട് അവിടെ നിന്ന് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അതിനെ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ, അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ്, ഇൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി വെൻ സംവൺ വാസ് അഡ്മിറ്റഡ് ഫോർ റീസൺ എക്സെപ്റ്റ് ഫോർ ദ ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ ഒഴികെയുള്ള ഒരു കാരണങ്ങളാൽ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണ്. എന്നിട്ട് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അതിനെയും ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് HAI. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ? ഫസ്റ്റ് നോക്കിയേ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. മൂത്രാശയത്തിൽ ഉണ്ടാകുന്ന ഒരു അണുബാധ, UTIS എന്ന് പറയും. ബ്രാക്കറ്റ് നോക്കിയേ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. പിന്നെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റിൽ ഉണ്ടാകുന്ന അണുബാധ അത്. പിന്നെ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, സ്റ്റൊമക്കിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഡൈജസ്റ്റീവ് ട്രാക്ട്, ഇതൊന്നും വേണമെങ്കിൽ അവിടെ നോട്ട് ചെയ്ത് വെച്ചോ. സ്റ്റൊമക്കിൽ വരുന്ന ഗ്യാസ്ട്രോ എന്ന് സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റൊമക്കിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് അത്. ബാക്ടീരിയ, വൈറസ് അങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ കാരണം സ്റ്റൊമക്കിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. പിന്നെ അടുത്താണ് മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ, അതിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ. അത് എഴുതി വെച്ചോട്ടോ. മെനിഞ്ചൈറ്റിസ് ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയറിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ. ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയർ ആണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്.
മെനിഞ്ചസ് എന്നാണ് ആ ലെയറിന് പറയുന്ന പേര്. അപ്പൊ അതിനുണ്ടാകുന്ന ആ മെനിഞ്ചസ് എന്ന് പറഞ്ഞ ലെയറിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്തോ? ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയറിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ. ഓക്കെ, അതിനെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെയാണ് ന്യൂമോണിയ. ന്യൂമോണിയ ലങ്സിലൊക്കെ ഉണ്ടാകുന്ന ഒരു അണുബാധ. ലങ്സ് റെസ്പിറേറ്ററി സിസ്റ്റത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു അണുബാധയാണ്. ഓക്കെ, ഇൻഫ്ലമേഷൻ. സ്റ്റക്ക് ആണോ? സ്റ്റക്ക് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇത്രയും ഇത് വരുന്നതാണ്, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷനിൽ വരുന്നതാണ്. അതിന്റെ കൂട്ടത്തില് ഒരെണ്ണം കൂടി ചേർത്തോ, സ്കിൻ ഇൻഫെക്ഷൻ. അതും കൂടി ചേർത്തോ കേട്ടോ. സ്കിൻ ഇൻഫെക്ഷൻ അതും ഈ നോസോകോമിയൽ ഇൻഫെക്ഷനിൽ വരുന്നതാണ്. സ്കിൻ ഇൻഫെക്ഷൻ ഏതൊക്കെയാ? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ, പിന്നെ സ്കിൻ ഇൻഫെക്ഷൻ. ഇത്രയും ഈ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഏതൊക്കെയാണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ? ഓക്കെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ പറഞ്ഞു. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ. പിന്നെ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു ലെയറിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ്. പിന്നെ ന്യൂമോണിയ, ലങ്സിന് ഉണ്ടാകുന്ന, ലങ്സില് വായു അറകളിലൊക്കെ ഫ്ലൂയിഡ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന, ഫ്ലൂയിഡൊക്കെ അടിഞ്ഞുകൂടി വരുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ് ഇത് ന്യൂമോണിയ എന്ന് പറഞ്ഞ. ലങ്സിന് വരുന്ന ഒരു ഉണ്ടാകുന്ന ഒരു അണുബാധ ന്യൂമോണിയ. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. പിന്നെ സ്കിൻ ഇൻഫെക്ഷൻ ഇത്രയും അതിനകത്ത് വരുന്നതാണ്. ഇനി നോക്കിയേ, നെക്സ്റ്റ് വരുന്ന the symptoms for this infection may consist of. ഇനി ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നോസോകോമിയൽ ഇൻഫെക്ഷൻ, അതിന്റെ സിംറ്റംസ്, ലക്ഷണങ്ങളൊക്കെ എന്തൊക്കെയാ? ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. വൂണ്ട് എന്ന് വെച്ചാൽ എന്താ? മുറിവ്. മുറിവിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഫ്ലൂയിഡ് ഒക്കെ പുറത്തേക്ക് വരും. പഴുപ്പൊക്കെ ഇങ്ങനെ മുറിവിന്ന് വരൂലേ, അതൊരു സിംറ്റംസ് ആണ്. ഡിസ്ചാർജ് ഫ്രം, ഇപ്പൊ നമ്മൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റിച്ചൊക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ വെള്ളമൊന്നും അവിടെ ആകരുത് അല്ലെ, അതൊക്കെ നല്ല നീറ്റ് ആയിട്ട് നമ്മൾ തുടച്ച് നല്ല പൊടി, സ്റ്റിച്ച് പൊടി ഉണ്ടാവും, അതൊക്കെ ഇടാനൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ അറിയുന്നത്? അവിടെ ഒരു ചുവന്ന് തടിച്ച് ഇങ്ങനെ ആ സ്റ്റിച്ചിന്റെ അവിടേക്ക് ഒരു ഇതായിട്ട് വരും. പിന്നെ കൂടി കഴിഞ്ഞാൽ അതിങ്ങനെ ഇതുപോലെ ആ പൂണ്ട് ആ മുറിവിൽ നിന്ന് ഇങ്ങനെ ഒരു പഴുപ്പ് പോലെയൊക്കെ വരും. അതാണ് ഒന്നാമത്തെ സിംറ്റംസ് പറഞ്ഞേക്കണേ. ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, മുറിവിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു പഴുപ്പൊക്കെ അങ്ങനെ പുറത്തേക്ക് വരാം. പിന്നെ രണ്ടാമത്തെയാണ് ഫീവർ, പനി വരാം. പിന്നെ തേർഡ് നോക്കിയേ, കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ചുമ, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ശ്വാസം മുട്ടൽ തോന്നാം. ചുമച്ചിട്ടൊക്കെ ശ്വാസം കിട്ടാത്ത ശ്വാസം മുട്ട് വരാം. പിന്നെ ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ, നമ്മൾ യൂറിനേഷൻ ചെയ്യുമ്പോഴോ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോഴോ പുകച്ചിലുണ്ടാവാം. അതൊക്കെ യൂറിനറി ഇൻഫെക്ഷന്റെ ലക്ഷണമാണ്. മൂത്രം ഒഴിക്കുമ്പോൾ പുകച്ചിലുണ്ടാകാം. പിന്നെ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ, യൂറിനേഷന് ബുദ്ധിമുട്ടുണ്ടാകാം. മൂത്രത്തിൽ പഴുപ്പൊക്കെ വന്നിട്ടുള്ളവർക്ക് അറിയാം, യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വന്നവർക്ക് അല്ലെ, മൂത്രം ഒഴിക്കുമ്പോൾ നമുക്ക് പുകച്ചിലൊക്കെ ഉണ്ടാവാം. യൂറിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകാം, വേദന ഒക്കെ ഉണ്ടാകാം. പിന്നെ അടുത്ത ഹെഡ് ഏക്ക്. പിന്നെ ലാസ്റ്റ് വരുന്ന നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ. നോസിയ എന്ന് പറഞ്ഞാൽ എന്താ? ഓങ്കാനം, വോമിറ്റിംഗ്, ഡയേറിയ. ഡയേറിയ എന്താ? വയറിളക്കം. ഡയേറിയ, വയറിളക്കം. ഇത്രയാണ് ഇതിന്റെ സിംറ്റംസ് വരുന്നത്. അതും നോക്കിക്കോളാം കേട്ടോ. ഡിസ്ചാർജ് ഫ്രം വൂണ്ട്, ഫീവർ, കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ചുമ, ശ്വാസമുട്ടല്, ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ, ഹെഡ് ഏക്ക്, നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ. ഓക്കാനം, ഛർദിക്കാൻ വരുന്നത്, ഡയേറിയ, വയറിളക്കം.
സിംറ്റംസ് ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കിയേ, people who experience new symptoms in the course their say may also experience pain and irritation at the infection site. Many will experience noticeable symptoms. കോഴ്സ് സമയത്ത് പുതിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്ന ആളുകള്, അവർക്ക് അണുബാധയുള്ള സ്ഥലത്ത് എന്താ വേദനയും ഒരു പ്രകോപനമൊക്കെ, ഒരു ഇറിറ്റേഷൻസ് ഒക്കെ അനുഭവപ്പെടാം എന്ന് പറയുന്നത്. ഓക്കെ, പലർക്കും പല പ്രകടമായിട്ടുള്ള ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അത് പുതിയ സിംറ്റംസും അവിടെ നമുക്ക് അനുഭവപ്പെടാം. ഇതാണ് the people who receive new symptoms in the course they say may also experience pain and irritation. വേദന ഉണ്ടാകാം, അവിടെ എന്തെങ്കിലും ചൊറിച്ചിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാകാം. അറ്റ് ഇൻഫെക്ഷൻ സൈറ്റ്, ഇൻഫെക്ഷൻ സൈറ്റില് പെയിന് ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകാം. മെനി വിൽ എക്സ്പീരിയൻസ് നോട്ടീസബിൾ സിംറ്റംസ്, പലർക്കും പല പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങൾ അനുഭവപ്പെടാം. ഇനി ഇവിടെ തന്നേക്കുന്നത് ഇതും പഠിക്കണം. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലില് ഇൻഫെക്ഷന്റെ സോഴ്സ്, നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സോഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ നോക്കിയ ഇൻഫെക്ഷൻ വരാനുള്ള പല മാർഗങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ്, ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഇൻഫെക്ഷൻ വരാനുള്ള പറഞ്ഞേക്കുന്നത് അതർ പേഷ്യൻസ്, മറ്റുള്ള പേഷ്യൻസിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. ഇപ്പൊ ഇപ്പൊ റൂമിലാണെങ്കിൽ പിന്നെ കുറച്ചുകൂടി നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. വാർഡിലൊക്കെ കിടക്കുന്നത്, നമ്മുടെ അടുത്ത് കിടക്കുന്ന പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഉള്ള പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അവരിൽ നിന്നും എന്ത് വരാം, ഇൻഫെക്ഷൻ വരാം. അതാണ് അതർ പേഷ്യൻസ്, മറ്റുള്ള പേഷ്യൻസിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. സെക്കൻഡ്, വിസിറ്റേഴ്സ്, നമ്മൾ വിസിറ്റ് ചെയ്യാൻ വരൂലേ ഹോസ്പിറ്റലിൽ, അന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാവരും കാണാൻ വരും. കാര്യം നമ്മളോടുള്ള സ്നേഹം കൊണ്ടാ. പക്ഷെ വന്ന ആളുകൾക്കൊക്കെ ചിലപ്പോ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരൂല്ലേ. അതാണ് നമ്മള് ഹോസ്പിറ്റലിലൊക്കെ ആളുകൾ കിടക്കുമ്പോൾ അധികം വിസിറ്റ് ചെയ്യാതിരിക്കുക, പേഷ്യൻസിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കുക. ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് അവരെ വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് കാണുക. ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വയ്യാകിയ പോണെങ്കിൽ ആ പേഷ്യന്റിനും വരാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മറ്റൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റേഴ്സിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. പിന്നെ അടുത്താണ് ഹോസ്പിറ്റൽ പേഴ്സൺസ്, ഹോസ്പിറ്റലിലെ ആളുകളിൽ നിന്ന് വരാം. ഇപ്പൊ സ്റ്റാഫുകളിൽ നിന്ന് വരാം. പല മാർഗങ്ങൾ പറഞ്ഞില്ലേ. ഹോസ്പിറ്റലിലെ പേഴ്സൺസ്, ഇപ്പൊ അവിടെ ക്ലീൻ ചെയ്യാൻ വരുന്ന ആളുകളിൽ നിന്ന്, സ്റ്റാഫിൽ നിന്ന്, അങ്ങനെ മറ്റുള്ള ഹോസ്പിറ്റലിലെ ആളുകളിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ വരാം. പിന്നെ സർജിക്കൽ പ്രൊസീജിയറിലൂടെ ഇൻഫെക്ഷൻ വരാം. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കണ്ടാമിനേറ്റഡ് അതിൽ നിന്ന് ഇൻഫെക്ഷൻ വരാം. അപ്പൊ സർജിക്കൽ പ്രൊസീജിയർ ആ ഒരു ഇതിലും ഇൻഫെക്ഷൻ വരാം. എയർ, പിന്നെ അടുത്ത ഇൻഫെക്ഷൻ വരാനുള്ള ഒരു പ്രധാന സോഴ്സ് ആണ് എയർ, വായുവിക്കട വരാൻ. നമ്മുടെ അടുത്തൊക്കെ നിൽക്കുന്ന അതിനകത്ത് ഇൻഫെക്ഷൻ ഉള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ഇൻഫെക്ഷൻ വായുവിലേക്ക് വരാൻ, ആ ഇൻഫെക്ഷൻ അത് ശ്വസിക്കുന്ന ആളുകൾക്കും വരാം. അപ്പൊ അങ്ങനെ എയർ ഒരു സോഴ്സ് ആണ്. പിന്നെ വാട്ടർ ഓർ ഫുഡ്, കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടർ, ഇതിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. മലിനമായിട്ടുള്ള വെള്ളം കുടിക്കുക, നല്ല തിളപ്പിച്ച് വെള്ളം കുടിക്കണം എന്ന് പറയും. നമ്മള് ബോയിലിംഗ് വാട്ടർ, തിളപ്പിച്ച വെള്ളം തന്നെ കുടിക്കണം. അപ്പൊ നമ്മള് തിളപ്പിക്കാത്ത വെള്ളം അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരാം. അതുപോലെ ചീത്തയായിട്ടുള്ള ഫുഡോ അങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ അതിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. പിന്നെ പേഷ്യൻസ് നോർമൽ ഫ്ലോറ നമ്മുടെ ഉള്ളിലുള്ള ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. നമുക്ക് ഒരു ഡാമേജ് ഒന്നും ഇല്ല, വേറെ ഓരോ നമ്മുടെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസ്, അതാണ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് പറയുന്നത്. നമുക്ക് വേറെ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ഉള്ളിലുള്ള ചില നമ്മൾ ഹെൽപ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് വരാം. പിന്നെ ഫോമിറ്റീവ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ നിന്ന് എഴുതി വെച്ചോട്ടെ അവിടെ, മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ നിന്ന് ഇൻഫെക്ഷൻ വരാം. അതായത് ഡിഷ്, ടോയ്, പിന്നെ ബുക്ക്, ഡോറൊക്കെ ആ വാതിലിന്റെ പിടിയൊക്കെ ഇല്ലേ, അതൊക്കെ. അപ്പൊ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ പിടിച്ചതാണ്. അപ്പൊ അതിൽ നമ്മൾ ചെന്ന് പിടിക്കുമ്പോ നമുക്ക് എന്താ ആ ഒരു ഒബ്ജക്റ്റ്, മറ്റുള്ള വസ്തുക്കളിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ വരാം. അതാണ് ഫോമിറ്റീവ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ നിന്ന് ഇൻഫെക്ഷൻ വരാം.
ഓക്കെ, പേഷ്യന്റ് എടുക്കുന്ന ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ എടുക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഇപ്പൊ സ്വിച്ച് അതൊക്കെ നോക്കിയേ, അപ്പൊ അതിലൊക്കെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആള് പിടിച്ചതിൽ നമ്മൾ പിടിക്കുമ്പോഴും അതിൽ നിന്നൊക്കെ വരാം. ഓക്കെ, പിന്നെ അടുത്തത് തന്നേക്കുന്ന ലാസ്റ്റ് നോക്കി ഡിവൈസസ്, ട്രെയിൻസ് ആൻഡ് കത്തീറ്റർ. ഉപകരണങ്ങള്, ഡിവൈസസ്, ട്രെയിൻസ് ആൻഡ് കത്തീറ്റർ. ഡിവൈസുകള് നമ്മള് മറ്റുള്ള ഉപകരണങ്ങളിൽ നിന്നൊക്കെ വരാം. കത്തീറ്റർ ഒക്കെ അറിയാലോ, ഏതാണ് സോഫ്റ്റ് ട്യൂബ്. നമ്മള് ഇപ്പൊ യൂറിൻ പോകാൻ യൂറിനറി കത്തീറ്റർ ഇടാം. അപ്പൊ ആ ട്യൂബ് കുറച്ച് നാളുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ കൂടെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മറ്റുള്ള ഉപകരണങ്ങള്, ട്രെയിൻസ്, കത്തീറ്റർ, ഇതിൽ നിന്നൊക്കെ ഇൻഫെക്ഷന് വരാം. അപ്പൊ ഇതെല്ലാം ഏതാണ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സോഴ്സ് ആണ്. നിങ്ങൾ അത് അതുപോലെ തന്നെ അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. ഏതൊക്കെ ആകാം സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ? അതർ പേഷ്യന്റ്, വിസിറ്റേഴ്സ്, ഹോസ്പിറ്റൽ പേഴ്സൺസ്, സർജിക്കൽ പ്രൊസീജിയർ, എയർ, വാട്ടർ ഓർ ഫുഡ്, പേഷ്യന്റ് നോർമൽ ഫ്ലോറ, ഫോമിറ്റി, കണ്ടാമിനേഷൻ, ഡിവൈസസ്, ട്രെയിൻസ് ആൻഡ് കത്തീറ്റർ. ഓക്കെ, ഇത്രയാണ് സോഴ്സ്. പിന്നെ അതിനകത്ത് പിന്നെ വരുന്നത് നോർമൽ ഫ്ലോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ്. നമ്മുടെ ഉള്ളിലുള്ള ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. നമുക്ക് ബോഡിക്കോ അല്ലെങ്കിൽ വേറെ ഡാമേജ് ഒന്നും ഉണ്ടാക്കൂല. നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള അതാണ് ഫോമിറ്റി കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. അല്ല, ഫോമിറ്റി അല്ല, നമ്മുടെ പേഷ്യന്റ് നോർമൽ ഫ്ലോറ അതല്ലേ ചോദിച്ചത്. പേഷ്യന്റ് നോർമൽ ഫ്ലോറ. ഫോമിറ്റി കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ നിന്ന്, വസ്തുക്കളിൽ നിന്ന് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ മറ്റുള്ള ഡിവൈസുകള്, ഉപകരണങ്ങള്, ട്രെയിൻസ്, കത്തീറ്ററിൽ കൂടെ ഒക്കെ ഇൻഫെക്ഷൻ വരാം. ഇനി നെക്സ്റ്റ് വരുന്നത്, ഇനി ആർക്കൊക്കെയാണ് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ളത്? Who is at risk for nosocomial infection? നോസോകോമിയൽ ഇൻഫെക്ഷന് സാധ്യതയുള്ളവര് ആർക്കൊക്കെയാണ്? ഇൻഫെക്ഷൻ കൂടുതൽ വരുന്ന ആർക്കാ? നമുക്ക് വല്ല ബോഡിയൊക്കെ വീക്ക് ആയിട്ടുള്ളവർക്കൊക്കെ ഇൻഫെക്ഷൻ പെട്ടെന്ന് വരാം അല്ലെ. അല്ലാത്തവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് രോഗങ്ങളൊന്നും അധികം വരൂല അല്ലെ. അപ്പൊ നോക്കിയേ, ആർക്കൊക്കെയാണ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളത്, അല്ലെ റിസ്ക് ഉള്ളവർ ആരൊക്കെയാന്ന് നോക്കിയേ. Those who are admitted to a healthcare facility are at the risk for contacting OAHI. For some bacteria, the risk may also depend on. ഇവിടെ നോക്കിയാൽ ആർക്കൊക്കെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉള്ളതെന്നാണ്. പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്. ആർക്കൊക്കെയാ? ഹോസ്പിറ്റൽ പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്. പേഷ്യന്റ് റൂംമേറ്റ് ഇല്ലേ എന്ന് പറഞ്ഞ വാർഡൊക്കെ ആണെങ്കിൽ കുറെ പേഷ്യൻസ് ഒരുമിച്ചല്ലേ കിടക്കുന്നത്. അപ്പൊ അങ്ങനെ റൂംമേറ്റിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. പേഷ്യന്റിന് റൂംമേറ്റിൽ നിന്നും ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, ഏജ്, പർട്ടിക്കുലർലി ഇഫ് ദ പേഷ്യന്റ് ഈസ് മോർ ദാൻ 17 years old. 70 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ട്? അവർക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവായിരിക്കില്ലേ. ഏജിലാവുന്നവരും ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കുറഞ്ഞിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന്, വയസ്സായവർക്ക് അങ്ങനെയല്ലേ, പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടും. അപ്പൊ ഇത് രണ്ടാമത്തെ പറഞ്ഞേക്കുന്ന ഏതാ? ഏജ്, പർട്ടിക്കുലർലി ഇഫ് ദ പേഷ്യന്റ് ഈസ് മോർ ദാൻ 70 years old. 70 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള പേഷ്യൻസിന് ഏത് വരാം? ഈ ഇൻഫെക്ഷൻ സംഭവിക്കാം, വരാം. പിന്നെ ഹൗ ലോങ് പേഷ്യന്റ് എന്നാണ് കേട്ടോ, അത് കുട്ടീനല്ല, പേഷ്യന്റ്. ഹൗ ലോങ് പേഷ്യന്റ് ഹാസ് ബീൻ യൂസിങ് ആന്റിബയോട്ടിക്സ്. ഹൗ ലോങ് പേഷ്യന്റ് ഹാസ് ബീൻ യൂസിങ്, കുറെ കാലങ്ങളായിട്ട്, ദീർഘകാലങ്ങളായിട്ട് ആന്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരു കോഴ്സ് സമയമില്ലേ, ഇത്ര സമയത്തേക്ക് മാക്സിമം 5 ദിവസമൊക്കെയാണ് ആന്റിബയോട്ടിക്സ് ഒക്കെ തരാറ് അല്ലെ. അപ്പൊ അത് ആ ഒരു ടൈം ഉണ്ട്. അപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ആന്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഹൗ ലോങ് പേഷ്യന്റ് ഹാസ് ബീൻ യൂസിങ് ആന്റിബയോട്ടിക്സ്. പിന്നെ പറഞ്ഞേക്കുന്നത് വെദർ ദ പേഷ്യന്റ് ഹാസ്
എ യൂറിനറി കത്തീറ്റർ ഓർ നോട്ട്. അതായത് യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കുന്ന പേഷ്യൻസിന് whether the patient has a urinary catheter, അത്ര മതി. അതായത് ഈ പേഷ്യൻസ് യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കുന്ന പേഷ്യൻസിന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ യൂറിനൊക്കെ പോകാൻ കത്തീറ്റർ ഒക്കെ ഇടുന്നതിന് ഒരു പരിധി ഉണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് കാലം അല്ലെങ്കിൽ ഇത് എന്താ പറയാ, കത്തീറ്റർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂറിനറി കത്തീറ്റർ ഒക്കെ ഉപയോഗിച്ച് കണ്ടിരുന്ന മൂത്രം പോകാൻ ട്യൂബൊക്കെ അങ്ങനെ കുറെ നാളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. Okay, whether the patient has a urinary catheter or not. അപ്പൊ അതിനകത്ത് ദീർഘനാളുകളായിട്ട് യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കുന്ന പേഷ്യൻസിന്. പിന്നെ അടുത്തത് ലെങ്തി ICU സ്റ്റേ, ദീർഘകാലം ICU കിടക്കുന്ന പേഷ്യൻസിന് നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാം. ദീർഘകാലങ്ങളായിട്ട് ICU കിടക്കുന്ന പേഷ്യൻസിന്. പിന്നെ നെക്സ്റ്റ് വരുന്ന whether the patient has been in a coma. കോമ സ്റ്റേജിലാണെങ്കിൽ, പേഷ്യൻസ് കോമ സ്റ്റേജിലാണെങ്കിൽ എന്ത് വരാം, ഈ ഇൻഫെക്ഷൻ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനി ട്രോമ, ട്രോമ എന്ന് പറഞ്ഞ ആഘാതം, എനി ട്രോമ ആഘാതം, എന്തെങ്കിലും ആഘാതങ്ങളൊക്കെ തലയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആഘാതം സംഭവിച്ചിട്ടുള്ളവർക്ക്, അപകടമൊക്കെ പറ്റി നല്ലൊരു ആഘാതമൊക്കെ പറ്റിയിട്ടുള്ളവർക്കൊക്കെ ഈ ഇൻഫെക്ഷൻ വരാം. പിന്നെയാണ് ലാസ്റ്റ് പറഞ്ഞാണ് ത്രിറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉണ്ടായ അപകടം അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്ക്, ത്രിറ്റൻഡ് എന്ന് പറഞ്ഞ അപകടം എന്നാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുള്ളവർക്ക്, ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്ക് ഒക്കെ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതും ഇതുപോലെ പോയിന്റ് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. അപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷന് സാധ്യതയുള്ളവര് ആരാണ്, റിസ്ക് ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആർക്കൊക്കെയാ? പേഷ്യന്റ്, ഹോസ്പിറ്റൽ റൂംമേറ്റുകളിൽ നിന്ന് ഇൻഫെക്ഷൻ വരാം, അങ്ങനെ വരാം. പിന്നെ 70 years 70 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ദീർഘകാലങ്ങളായിട്ട് ആന്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് വരാം. പിന്നെ ഇതുപോലെ യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കുന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ദീർഘകാലം ICUയിൽ സ്റ്റേ ചെയ്യുന്നവർക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കോമ സ്റ്റേജിലുള്ള പേഷ്യൻസിന്, പിന്നെ ഇനി എന്തെങ്കിലും ആഘാതങ്ങൾ, ഇനി ട്രോമ എന്തെങ്കിലും ആഘാതങ്ങളൊക്കെ പറ്റിയിട്ടുള്ളവർക്ക്, പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുള്ളവർക്കും ഒക്കെ ഈ ഇൻഫെക്ഷൻ വരാൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനായിട്ട് സാധ്യതയുള്ളവരാണ്. ഓക്കെ, ഇനി വരുന്നത് ട്രാൻസ്മിഷൻ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഈ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഇത് പകരുന്ന രീതി, നോസോകോമിയൽ ഇൻഫെക്ഷൻ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന പകരുന്ന രീതി ഏതൊക്കെയാണ്? അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ, അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ. ഹാൻഡ് ബോൺ എന്നാട്ടോ, BORNE ആണ്. ഇതൊന്ന് കറക്റ്റ് ചെയ്തേ. കൈകൊണ്ട് വരുന്നത്, കോണ്ടാക്റ്റിലൂടെ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഹാൻഡ് ബോൺ എന്ന് പറഞ്ഞാൽ BORNE. ഹാൻഡ് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ട് പകരുന്നത്, അല്ലെങ്കിൽ കോണ്ടാക്റ്റിലൂടെ ഇൻഫെക്ഷൻ വരാം. അതൊരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ചെയ്യാനുള്ള ഒരു മാർഗമാണ്, ഒരു മാധ്യമമാണ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ ഉള്ള ഒരാളെ നമ്മൾ തൊട്ട് പിടിച്ചു കഴിഞ്ഞാല്, ഡയറക്റ്റ് നമ്മൾ അവരെ പിടിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇൻഫെക്ഷൻ വരാം. അപ്പൊ ഈ കോണ്ടാക്റ്റിലൂടെ അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ പറഞ്ഞു, നമ്മൾ കൈ കൊണ്ടുള്ള ട്രാൻസ്മിഷൻ. അപ്പൊ അതിന് കോണ്ടാക്ട് എന്ന് പറഞ്ഞ 2 ടൈപ്പ് അവിടെ പറയുന്നുണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞ എങ്ങനെയാ? നമ്മൾ നേരെ ഡയറക്റ്റ് ആ പേഷ്യന്റിനെ പിടിക്കണം, അല്ലെ? ആ പേഷ്യന്റിന്റെ ബോഡി ആയിട്ട് ഡയറക്റ്റ് ഒരു കോണ്ടാക്ട് വരുമ്പോൾ അവരിൽ നിന്ന് ഇൻഫെക്ഷൻ വരാം. ഓക്കെ, ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. This consists of a direct surface to body surface contact. ആ ഇൻഫെക്ഷൻ ഉള്ള സർഫസിൽ നേരെ നമ്മുടെ ഡയറക്റ്റ് കോണ്ടാക്ട് വരികയാണെങ്കിൽ, ആ കോണ്ടാക്ട് വരികയാണെങ്കിൽ
എന്ത് പറ്റുന്നു and physical shifting of microorganism between a host and an infected or colonized. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ അവിടെ ഈ മൈക്രോ ഓർഗാനിസം ഫിസിക്കൽ ഷിഫ്റ്റ് ചെയ്യും അല്ലെ? ഹോസ്റ്റിൽ നിന്ന് നമ്മള് ഇൻഫെക്ഷൻ എന്ത് ചെയ്യുന്നു? ആ ആളിലേക്ക് എന്ത് ചെയ്യുന്നു? പേഷ്യന്റിലേക്ക് ഒക്കെ പേഴ്സണിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. such as when a patient turn a patients, ഒരു വ്യക്തി രോഗിയെ മാറ്റുമ്പോഴോ, ഇപ്പൊ രോഗി പരിചരണ ഇതിനകത്ത് നിൽക്കൂലേ, അപ്പോഴൊക്കെ അവരെ ടേൺ ചെയ്യിക്കുക എന്ന് പറഞ്ഞ് മാറ്റുമ്പോഴോ, അവരെ എനിപ്പിച്ചിരുത്തോ അല്ലെങ്കിൽ അവരെ കിടത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോഴ് when a patient turns a patient, ഒരു വ്യക്തി പേഷ്യന്റിനെ മാറ്റുമ്പോഴോ, give bath, അവരെ കുളിപ്പിക്കുമ്പോഴോ, or does other patient care jobs, മറ്റുള്ള രോഗി പരിചരണ രീതികള്. അപ്പൊ ആ പേഷ്യന്റിനെ ഇപ്പൊ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ആ പേഷ്യന്റിന്റെ കെയർ കൊടുക്കുന്ന പേഷ്യന്റ് കെയർ ജോബ്സ്, അവരെ ശുശ്രൂഷിക്കുന്ന അവരിതിനകത്തൊക്കെ ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യാം? അവരിൽ നിന്ന് ഡയറക്റ്റ് നമ്മളിലേക്ക് ഇൻഫെക്ഷൻ വരാം. ദാറ്റ് നീഡ് ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട്. അതിനെയാണ് ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാ? നമ്മള് ഡയറക്റ്റ് ആ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുമായിട്ട് ഡയറക്റ്റ് ഒരു കോണ്ടാക്ട് വേണം. അപ്പൊ നമ്മൾ ആ ഒരു വ്യക്തി പേഷ്യന്റിനെ മാറ്റുമ്പോഴോ അല്ലെങ്കിൽ അവരെ കുളിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരെ പേഷ്യന്റ് കെയർ ജോബ്സ്, മറ്റുള്ള പേഷ്യന്റ് കെയർ ജോബ്സ് ജോലികള്, പേഷ്യന്റ് ശുശ്രൂഷിക്കുന്ന ജോലികളൊക്കെ ചെയ്യുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യുന്നു? ആ ഡയറക്റ്റ് അതുമായിട്ട് ആ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റുമായിട്ട് ഡയറക്റ്റ് ആ ഒരു സർഫസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരികയാണ്. അതിനെയാണ് ഈ ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഇൻഡയറക്റ്റ് ആണെങ്കിലോ എങ്ങനെയാ? ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ദിസ് കൺസിസ്റ്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് എ സസെപ്റ്റബിൾ ഹോസ്റ്റ് വിത്ത് എ ടൈൻഡ് ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്. മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ നിന്ന് ഇൻഫെക്ഷൻ വരികയാണ്. ഇപ്പൊ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റ് പിടിച്ച എന്തെങ്കിലും സാധനങ്ങളിലെ ഒബ്ജക്റ്റുകൾ, അതിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴോ എന്ത് വരാം? ആ ഒബ്ജക്റ്റിൽ നിന്നും നമ്മളിലേക്ക് ഇൻഫെക്ഷൻ വരാം. നേരെ പേഷ്യന്റിനെ പിടിക്കുന്നില്ല, എന്താ അവര് ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവര് ടച്ച് ചെയ്ത ആ ഒരു ഒബ്ജക്റ്റ്, ഇന്റർമീഡിയറ്റ്, നമുക്ക് അതിന്റെ മീഡിയ ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിന്റെ മീഡിയ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒരു ഒബ്ജക്റ്റ് വഴിയാണ് ഡയറക്റ്റ് ആ പേഷ്യന്റിനെ പിടിക്കുന്നില്ല. എന്ത് ചെയ്യുന്നു? അവര് ടച്ച് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് ഇൻഫെക്ഷൻ വരാം. അതിനെയാണ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് ആ പേഷ്യന്റിനെ കോണ്ടാക്ട് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. എങ്ങനെയാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനിൽ എങ്ങനെയാ ഇൻഫെക്ഷൻ വരുന്നത്? ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്, അതിന്റെ ഇടയിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് വഴിയാണ്. ലൈക്ക് കണ്ടാമിനേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ്, നീഡില്, സൂചി, ഓർ ഡ്രസ്സിങ്, അവരുടെ ഡ്രസ്സിങ്സുകൾ, ഓർ പെയിന്റ് ഗ്ലൗസ്, മലിനമായിട്ടുള്ള ഗ്ലൗസ്, ദാറ്റ് ആർ നോട്ട് ചേഞ്ച്ഡ് ബിറ്റ്വീൻ ദ പേഷ്യൻസ്. അതായത് ഒരു പേഷ്യന്റ് ഉപയോഗിച്ചിട്ടുള്ള ഗ്ലൗസ് ചേഞ്ച് ചെയ്തില്ല, അടുത്ത പേഷ്യന്റിന് ആ ഗ്ലൗസ് തന്നിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ഗ്ലൗസിൽ കൂടെ ഇൻഫെക്ഷൻ മറ്റുള്ള പേഷ്യൻസിലേക്ക് വരാം അല്ലെ? പെയിന്റ് സർഫസ് ബൈ നീഡില്, ഡ്രൈഡ് ബ്ലഡ് സ്ട്രീംസ്, ഇതിലൂടെയൊക്കെ ബ്ലഡ് സ്ട്രീംസിലൂടെയൊക്കെ ദാറ്റ് ട്രാൻസ്മിറ്റ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ ഏതാണ്? ബോഡി ഫ്ലൂയിഡിൽ കൂടെ പകരുന്ന പറഞ്ഞത് 5 തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ്. അതിൽ ബിയും സിയും ബോഡി ഫ്ലൂയിഡിൽ കൂടെ ആക്കി കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടർ, പിന്നെ അടുത്തത് ഡി, ഇ ഒക്കെ കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടറിൽ കൂടിയാണ്. ബിയും സിയും ബോഡി ഫ്ലൂയിഡ്സിൽ കൂടെയാണ് പകരുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെ വഴി മറ്റുള്ള ഒരു ഒബ്ജക്റ്റ് മുഖാന്തരം, ഒബ്ജക്റ്റിലൂടെ ഇൻഫെക്ഷൻ വരുന്നതിനെയാണ് ഇത് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. നേരെ ആ പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് വരുന്നില്ല. ഓക്കെ, അപ്പൊ അത്രയാണ് അവിടെ കോണ്ടാക്ട് ട്രാൻസ്മിഷനിൽ വരുന്നത്. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഓക്കെ, പിന്നെ അടുത്തത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഡ്രോപ്ലെറ്റ് ആണ്. ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രോപ്ലെറ്റ്സ് നമ്മൾ സംസാരിക്കുമ്പോഴോ നമ്മള് ഒരിച്ചിരി വായു തുള്ളികൾ വരൂലേ വായുവിലേക്ക്, ആ തുപ്പലിന്റെ ആ ഒരു ഇത്, ഡ്രോപ്ലെറ്റ്സ് തുള്ളികളിലൂടെ. അപ്പൊ ഇങ്ങനെ പേഷ്യന്റുമായിട്ട്, നമ്മളെ ഇൻഫെക്റ്റഡ് ഉള്ള ഒരു പേഷ്യന്റുമായിട്ട് സംസാരിക്കുമ്പോഴോ, ലാസ്റ്റ് സെന്റൻസ് ആണ്,
ലാസ്റ്റ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് എന്താ, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ്, ഒരു മറ്റുള്ള ഒരു ഒബ്ജക്ട്സിൽ കൂടെയാണ് ട്രാൻസ്മിഷൻ വരുന്നത്. അത് ഏതൊക്കെയാ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വഴിയാകാം, നീഡില് വഴിയാവാം, ഡ്രസ്സിങ്സ് വഴിയാകാം, ടൈൻഡ് ആയിട്ടുള്ള ഗ്ലൗസുകൾ വഴിയാകാം. അത് ഒരു പേഷ്യന്റ് ഉപയോഗിച്ചിട്ട് ഒരു പേഷ്യന്റിന് എടുത്തിട്ട് നമ്മൾ ആ ചേഞ്ച് ചെയ്യാതെ, ആ ഗ്ലൗസ് ചേഞ്ച് ചെയ്യാതെ വേറെ പേഷ്യന്റിന് അതേ സെയിം ഗ്ലൗസ് തന്നെ ഉപയോഗിച്ച് പിടിക്കുമ്പോഴൊക്കെ അങ്ങനെ വരാം. പിന്നെ ടൈൻഡ് സർഫസ് ബൈ നീഡില് ഇത് വഴി സംഭവിക്കാം, സൂചികള് ഇതൊക്കെ ഉപയോഗിക്കുന്നത് വഴി. പിന്നെ ബ്ലഡ് സ്ട്രീംസിൽ കൂടെ, രക്ത പ്രവാഹത്തിലൂടെ, ഡ്രൈഡ് ബ്ലഡ് അതിൽ കൂടെയാണ് ഏത് വരുന്നത്, ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ ബോഡി ഫ്ലൂയിഡ്സിൽ കൂടെ പകരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഒക്കെ വരാം. ഇത്രയും കാര്യങ്ങളാണ്. അത് ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. എങ്ങനെയാണ് നമ്മള് ഇന്റർമീഡിയറ്റ് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, മറ്റേത് ഡയറക്റ്റ് കോണ്ടാക്റ്റിലോ ആ ഡയറക്റ്റ് ആ പേഷ്യന്റിനെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ വരുന്നതാണ്. മറ്റേത് ഒരു ഒബ്ജക്റ്റ് വഴി അവര് ഉപയോഗിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ ഉപയോഗിച്ചിട്ടുള്ള ഒബ്ജക്റ്റ്, അതിൽ നമ്മൾ പിടിക്കുമ്പോഴൊക്കെ ആ ഒരു ഒബ്ജക്റ്റിൽ കൂടെ, അവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് എന്തുണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൽ കൂടെയാണ് ഇൻഫെക്ഷൻ വരുന്നതെന്ന്. പിന്നെ രണ്ടാമത്തെ പറഞ്ഞത് ഡ്രോപ്ലെറ്റ് ആണ്. നമ്മൾ സംസാരിക്കുമ്പോഴേ നമ്മുടെ വായിൽ നിന്ന് തുപ്പലൊക്കെ ഇത്തിരി എയറിൽ ഉണ്ടാവില്ലേ, അപ്പൊ ആ ഡ്രോപ്ലെറ്റ്സ്, അപ്പൊ അത് നമ്മൾ വേറെ ഇൻഫെക്റ്റഡ് ഉള്ള ഒരാള് സംസാരിക്കുമ്പോൾ അപ്പൊ ആ ഇൻഫെക്ഷൻ ഏരിയ കൂടെ വരാം. ആ തുപ്പല് ആ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ വായു ആ തുള്ളികള് എയറിലേക്ക് വരാം. അത് നമ്മൾ ശ്വസിക്കുമ്പോഴെന്ത് ചെയ്യുന്നു, നമ്മളിലേക്ക് ആ ഇൻഫെക്ഷൻ കിട്ടും. അതാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, transmission happens when the droplets that contain microbes from infected person and pushed a short distance through the air. അപ്പൊ സംസാരിക്കുമ്പോൾ എന്താ പറ്റുന്നത്, ആ ഇൻഫെക്ഷൻ ഉള്ള ആ ഡ്രോപ്ലെറ്റ്സ് കുറച്ചു ദൂരം വായിലൂടെ കുറച്ചു ദൂരം എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്യുന്നു എയർ ത്രൂ ദ എയറിലേക്ക് കുറച്ച് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെപ്പോസിറ്റ് ഓൺ ദ പേഷ്യൻസ് ബോഡി, പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്യും. ഇറ്റ്സ് മെയിൻ ഫ്രം കഫിങ്. എപ്പോഴാ വരാ, ചുമക്കുകയൊക്കെ ചെയ്യുമല്ലേ, ചുമക്കുമ്പോഴൊക്കെ വായു മറിച്ചു പിടിക്കണം എന്ന് പറയും നമ്മള്. ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഡ്രോപ്ലെറ്റ്സ് എയറിലേക്ക് വന്നിട്ട് അത് വേറെ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. That are generated from the source person and during the performance of certain procedures such as bronchoscopy. ഇതിനകത്ത് ബ്രോങ്കോസ്കോപ്പി പോലുള്ള ചില പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഈ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വരാം. ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞ എന്താ, ഒരു എൻഡോസ്കോപ്പിക് ടെക്നിക്കാണ്. നമ്മുടെ എയർവേ ഒക്കെ നോക്കുന്ന ഒരു എന്താണ്, മൈക്രോസ്കോപ്പിക് ടെക്നിക്കാണ്. വിഷ്വലൈസിംഗ് ഓഫ് എയർവേ ഫോർ ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് പർപ്പസ് അതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ബ്രോങ്കോസ്കോപ്പ്. എന്തായാലും ഇതാണ് ഒരു എൻഡോസ്കോപ്പിക് ടെക്നിക്കാണ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ അത് ബ്രോങ്കോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ എയർവേ ഒക്കെ പരിശോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എൻഡോസ്കോപ്പിക് ടെക്നിക്കാണ്. അപ്പൊ ബ്രോങ്കോസ്കോപ്പി ചെയ്യുമ്പോഴും ഒക്കെ എന്ത് വരാം, ഈ ഡ്രോപ്ലെറ്റ്സ് ഉള്ളിലേക്ക് ഇറക്കല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യം മതി. നമ്മൾ ഇതിനകത്ത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ രണ്ടെണ്ണം പറഞ്ഞു, കോണ്ടാക്ട് പറഞ്ഞു, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ പറഞ്ഞു. കോണ്ടാക്റ്റിന് തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഉണ്ട്, രണ്ടാമത് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഉണ്ട്. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ പേഷ്യന്റിനെ നേരെ ടച്ച് ചെയ്യുമ്പോൾ, അവർക്കുടെ സർഫസുമായിട്ട് നേരെ ടച്ച് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതാണ്. എന്നാൽ ഇൻഡയറക്റ്റ് ആകുമ്പോഴെങ്ങനെയാ, ഒരു ഒബ്ജക്റ്റ് വഴി അവര് ടച്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ കൂടെയാണ് ഇന്റർമീഡിയറ്റ് ആയിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു മീഡിയം ഉണ്ട്, ഒരു ഒബ്ജക്റ്റ്, അതുവഴി ഇൻഫെക്ഷൻ. ഇപ്പൊ നീഡില് നമ്മൾ ഉപയോഗിച്ച് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നീഡിൽ ഉപയോഗിച്ച് വേറെ ഇൻഫെക്ഷൻ ഉള്ള ഒരാൾക്ക് ഉപയോഗിച്ച് നീഡില് വേറെ പേഷ്യന്റിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവർക്ക് ആ നീഡിലിൽ കൂടെ ഇൻഫെക്ഷൻ വരാം. അല്ലെങ്കിൽ ഗ്ലൗസ് ഒരാൾക്ക് ഉപയോഗിച്ച ഗ്ലൗസ് അത് ചേഞ്ച് ചെയ്യാതെ അടുത്ത പേഷ്യന്റിന് ആ ഗ്ലൗസ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഗ്ലൗസിൽ കൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. അതാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്.
രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഏതാ? ഡ്രോപ്ലെറ്റ് ആണ്. വായു തുള്ളികളിലൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഇപ്പൊ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഡ്രോപ്സ് വായുവിലേക്ക് പുഷ് ചെയ്യുമല്ലോ, അത് എന്ത് ചെയ്യുന്നു? ആ ഡ്രോപ്സ് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, അങ്ങനെ ഇൻഫെക്ഷൻ വരാം. അല്ലെങ്കിൽ പിന്നെ അത് പ്രധാനമായിട്ട് കഫിങ് ഒക്കെ പറയുന്നത്, ചുമക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ തുപ്പിൽ ഇങ്ങനെ കൂടുതൽ ഡ്രോപ്ലെറ്റ്സ് വരുന്നത്. പിന്നെ പറഞ്ഞത് ഏതാ? ഈ പെർഫോമൻസ് ഡ്യൂറിങ് ഏതാണ്? ബ്രോങ്കോസ്കോപ്പി. ആ പോലുള്ള പ്രൊസീജിയർ ചെയ്യുമ്പോഴും ഒക്കെ ഈ ഏതാണ് ഡ്രോപ്ലെറ്റ്സ് ട്രാൻസ്മിഷൻ സംഭവിക്കാമെന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മതി. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് അടുത്ത ദിവസത്തേക്ക് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരുപാടൊന്നും നമ്മൾ എടുത്തില്ല. എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്താന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ നമ്മൾ പറഞ്ഞ ആർക്കൊക്കെ വരാം ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് അതിന്റെ ഏതാ പറഞ്ഞിരിക്കുന്നത്, ഏതൊക്കെയാണ് മോസ്റ്റ് കോമൺ HAI എന്ന് പറയുന്നത്, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞത്. പിന്നെ അടുത്തത് അതിന്റെ സിംറ്റംസ് ആ പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, സോഴ്സ്, ഇൻഫെക്ഷൻ എവിടെ നിന്നൊക്കെ വരാം, ഏതൊക്കെ സോഴ്സ്. പിന്നെ അടുത്തത് പറഞ്ഞത് ആർക്കൊക്കെ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എങ്ങനെയൊക്കെ സംഭവിക്കാം, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളവര്. പിന്നെ അടുത്തത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അതിന്റെ കോണ്ടാക്റ്റും പറഞ്ഞു. രണ്ടാമത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനാണ് പറഞ്ഞത്. ഇത്രയും മതി. ഓക്കെ, ഇവിടെ ബ്രോങ്കോസ്കോപ്പി നിങ്ങൾക്ക് എഴുതണോ? എന്നാ അതൊന്ന് എഴുതി വെച്ചോട്ടോ. ബ്രോങ്കോസ്കോപ്പി is an bronchoscopy is an bronchoscopy is an endoscopic technique. Endoscopic technique. Bronchoscopy is an endoscopic technique of visualizing the inside of the airways, visualizing the inside of the airway. Lungs airways for diagnostic, രോഗനിർണയത്തിനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അതാണ് ഫോർ ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക്, ചികിത്സാപരമായിട്ടുള്ള ആവശ്യത്തിന്. തെറാപ്യൂട്ടിക്, THERAPEUTIC, തെറാപ്യൂട്ടിക് പർപ്പസസ്. Therapeutic purposes. Bronchoscopy is an endoscopic technique of visualizing the inside of the airways for diagnostic and therapeutic purposes. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാ? ബ്രോങ്കോസ്കോപ്പ്. ഒന്ന് എഴുതിക്കോ, ബ്രോങ്കോസ്കോപ്പ്. BRONCHOSCOPE, സ്കോപ്പ്. SCOPE. എൻഡോസ്കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാ? എൻഡോസ്കോപ്പ്. ബ്രോങ്കോസ്കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ബ്രോങ്കോസ്കോപ്പ്. BRONCHOSCOPE, ബ്രോങ്കോസ്കോപ്പ്. ഓക്കെ, ഓക്കെ. നിങ്ങളുടെ ഇനിയിപ്പോ 1-2 ചാപ്റ്റർ കൂടി ഉണ്ട്. ഇതുകൊണ്ട് വേറൊരു ആംബുലൻസ് സർവീസ് 1-2 ചാപ്റ്റർ ഉണ്ട് ഇനി നിങ്ങൾക്ക് തീർക്കാനായിട്ട്. നമുക്ക് 1-2 ക്ലാസ് കൊണ്ട് ഇത് തീർക്കണം. ഒരു ചാപ്റ്റർ കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. ഏതാണ്? റിസ്ക്. റിസ്ക് എന്നുള്ളതാണോ? നോസോകോമിയൽ ഇൻഫെക്ഷന് റിസ്ക് ഉള്ളവര് ആർക്കൊക്കെയാണ് സാധ്യതയുള്ളവരെന്നാ പറഞ്ഞേക്കുന്നത്? പേഷ്യന്റ്, ഹോസ്പിറ്റൽ റൂംമേറ്റ്. പേഷ്യന്റ്, ഹോസ്പിറ്റൽ റൂംമേറ്റ്. ഹോസ്പിറ്റൽ റൂംമേറ്റിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. അത് അവർക്ക് സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മള് റൂമിലാണെങ്കിൽ കുറച്ചും കൂടെ സേഫ്റ്റി ആയിരിക്കും. വാർഡിലൊക്കെ കിടക്കുമ്പോൾ റൂംമേറ്റുകളിൽ നിന്ന് ഇൻഫെക്ഷൻ സംഭവിക്കാം. പിന്നെ 70 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്.
സാധാരണ ആളുകൾ വെച്ച് നോക്കുമ്പോൾ 70 വയസ്സ്. അപ്പൊ അവരുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവായിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് കുറച്ചുകൂടി ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ദീർഘകാലങ്ങളായിട്ട് ആന്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ യൂറിനറി കത്തീറ്റർ ഇതുപോലെ കുറെ ടൈം കുറെ നാള് ഉപയോഗിക്കുന്നവർക്കും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ദീർഘകാലം ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന് നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസിന് വരാൻ സാധ്യതയുണ്ട്. ട്രോമ, എന്തെങ്കിലും ആഘാതമൊക്കെ സംഭവിച്ചിട്ട് അതിൽ കൂടെ ഇൻഫെക്ഷൻ വരാനോ, അങ്ങനെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കുറവുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ എക്സാമിന് ഡേറ്റ് ആയിട്ടില്ല കേട്ടോ. ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞിട്ടില്ല. 28 സമയം. ഓക്കെ, ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും കിട്ടാത്ത ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇതിനകത്ത് എല്ലാവരും നമുക്ക് ഇതിനകത്ത് നോട്ടിലുള്ളതാണ്. ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ ആൻസർ ആർക്കെങ്കിലും ഒക്കെ കിട്ടാത്തുണ്ടോ? നോ, എല്ലാ ആൻസറും കിട്ടിയില്ലേ? എല്ലാം കിട്ടിയോ? എല്ലാം ഡയറക്റ്റ് ഉണ്ടായിരുന്നല്ലോ, നോട്ടിലുണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും വായിക്കണോ ഏതെങ്കിലും ക്വസ്റ്റ്യൻ? ഞാനാണ് ഈ ഓർഡർ അനുസരിച്ചിട്ടല്ല ഇവിടെ എഴുതി വെച്ചേക്കണേ. ആ ബുക്കിന് ഈ ബുക്കിന്നൊക്കെ എടുത്തിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നത്. അതുകൊണ്ട് ഓർഡർ അനുസരിച്ചിട്ട് എന്റെ കയ്യിലില്ല. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആർക്കെങ്കിലും കിട്ടാത്തുണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ ആൻസർ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കും. എഴുതിയുള്ളവര് പറയാം. നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയാൽ ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ ആൻസർ ആർക്കെങ്കിലും കിട്ടാത്തുണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വേഗം മെസ്സേജ് ചെയ്തേ. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കും. നമുക്ക് എന്നാ ആൻസർ പറയാം. അല്ലെങ്കിൽ ഒരാൾ ആൻസർ മാത്രം ഒന്ന് പറഞ്ഞു പോകുമോ? എഴുതിയോര്? എന്നാലും ക്വസ്റ്റ്യൻ അറിയാൻ പറ്റില്ല അല്ലെ? ഒന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം നമുക്ക് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞേ പിള്ളേരെ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടാത്തെങ്കിലും? എല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഷിയാസ് ആണോ പറഞ്ഞേ? ഷിയാസ് എന്നാണ് ഇയാളുടെ കിടക്കുന്നേ. ആരാ പറയുന്നേ? അതെ, എന്റെ പേര് നിജിയ എന്നാണ്. കൃത്യ നിജിയ. ഓക്കെ, ഒന്ന് ആൻസർ ഒന്ന് വായിക്കോ? എത്ര ക്വസ്റ്റ്യൻ എഴുതിയായിരുന്നു നമ്മള് 13 ക്വസ്റ്റ്യൻ എഴുതിയിരുന്നു. എന്റെ ആൻസർ മാത്രം ഒന്ന് വായിച്ചാൽ മതി. ഒന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തേ കറക്റ്റ് ആൻസർ അല്ലേന്ന്. ഒന്ന് വായിച്ച മോളെ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഹീമോഡയാലിസിസ്. സെക്കൻഡ് കിഡ്നി ആൻഡ് തേർഡ് റീസെന്റ് ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ ആണ്. റീനൽ ഫെയിലിയർ അല്ലേ? റീസെന്റ് ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ. നെക്സ്റ്റ് ആൻഡ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. acute kidney injury. Next, fifth vein ആണ്. Intravenous flow given through veins. vein ആണ് കൊടുക്കുന്നതാണ്. Okay. And sixth, nephrologist. doctor who specialized nephrologist. പിന്നെ and AV fistula, arteriovenous. artery vein തമ്മിലുള്ള സർജിക്കൽ കണക്ഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. AV fistula. Okay, very good. Next, vascular access catheter. vascular access catheter. ഷോർട്ട് ടൈം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്നല്ലേ ചോദിച്ചേ? വാസ്കുലർ ആക്സസ് കാത്തീറ്റർ. ഓക്കെ, നെക്സ്റ്റ് 2 to 3 weeks. AV graft will be ready in, like AV graft ready ആവാൻ 2 to 3 weeks. ഓക്കെ, 2-3 ആഴ്ചകൾ മതി. ഓക്കെ, നെക്സ്റ്റ്. And 10th, peritoneal dialysis. ഓക്കെ, നമ്മുടെ ബോഡി തന്നെ ഡയാലിസിസ് മെഷീന്റെ പകരം ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ. And 11th, continuous ambulatory peritoneal dialysis. എക്സാമ്പിൾ CFPD അല്ലെ? എക്സ്പാൻഡഡ് ഫോം ചോദിച്ചത് continuous ambulatory peritoneal dialysis. വെരി ഗുഡ്. നെക്സ്റ്റ്. And 12th, continuous renal replacement therapy, CRRT. and hemofiltration എന്നൂടെ ഒരു മറ്റൊരു പേരല്ലേ? ഓക്കെ, CRRT. Mainly intensive care unit for people with a severe kidney failure, അല്ലെ?
CRRT. Okay, next, last. And last one dialysis center ആണ്. Okay, the clinical place which treat the patient with the renal failure. Dialysis center. Okay. Okay, 13 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എഴുതിയത്. എല്ലാവരും പഠിക്കണ്ടല്ലേ? പഠിച്ചിട്ടുണ്ട് എന്ന് പറയാം. എക്സാം ആയിട്ടില്ല കേട്ടോ. എക്സാം ആവണേ ഉള്ളൂ. നമ്മുടെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞുള്ള ഈ ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ ഒരു ആംബുലൻസ് സർവീസ് ഉണ്ട്, മോർച്ചറി സർവീസ് ഉണ്ട്. പിന്നെ വേറെ മറ്റുള്ളവർക്ക് എത്ര 1-2 ലെക്ചർ ഉണ്ടാവും. എന്തായാലും നമുക്ക് 2 ചാപ്റ്റർ കൂടി ഉണ്ട് ഇതിനകത്ത് എടുക്കാനായിട്ട്. എന്തായാലും എക്സാം നിങ്ങളുടെ ഫ്രണ്ടിലുള്ളവർക്കുടെ നിങ്ങളുടെ ബാച്ചിന്റെ എക്സാം ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സമയമുണ്ട്. ഡേറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, എന്നാലും നിങ്ങൾ കുറച്ചൊക്കെ ഇപ്പൊ ഇനിയിപ്പോ വെക്കേഷൻ ഒക്കെ ആണല്ലോ. വെക്കേഷനൊക്കെ ഓണത്തിന്റെ ഒക്കെ അവധി കിട്ടുമായിരിക്കുമല്ലോ. 2-3 ദിവസം കിട്ടും. ആ സമയമൊക്കെ നിങ്ങൾ ഇരുന്ന് പഠിക്കട്ടോ. എക്സാം വല്ലതും നോക്കണ്ട. കുറച്ചൊക്കെ ആദ്യത്തേക്ക് കുറച്ചൊക്കെ പഠിച്ചു വെച്ചു. ഓക്കെ, ബൈ. പിന്നത്തെ ഉള്ളതൊന്നും വായിച്ചോ. ഓക്കെ, Thank you, ma'am. Thank you, ma'am. Thank you, ma'am.